ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ നമ്മളെ പൊന്നൂസ് അപ്പു ആരി എല്ലാവരും പാടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലൂട്ടൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, ഇവർ നാട്ടിലില്ലായിരുന്നല്ലോ. സോ മാമൻ്റെയും മാമീൻ്റെയും വക അല്ലൂട്ടനെ കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. തുമ്പമ്മയ്ക്ക് ക്ലാസ് പോകാല്ലാത്തതുകൊണ്ട് ഈ വക സാധനങ്ങളൊന്നും വേണ്ടല്ലോ. പക്ഷേ മുപ്പത്തിക്കൊന്നും ഇല്ല എന്നുള്ളത് കണ്ടപ്പം ചെറുതായിട്ട് ബലൂണിൽ കാറ്റ് കഴിഞ്ഞ പോലെ ഒരു നിപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം അപ്പു ആ ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് കഴുത്തിലിട്ട് കൊടുത്തിട്ടോ. പിന്നെ ഇത് ഇവൻ്റെ സ്നേഹപ്രകടനം കേട്ടോ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലുന്ന് കേട്ടിട്ടില്ലേ, ആ ടൈപ്പാണ് ഇവൻ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് പിന്നാലെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടാണ് സ്നേഹിക്കുക കേട്ടോ. അല്ലൂട്ട അതാ പിന്നെയും എടുത്ത് നോക്കുകയാണ് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിലുള്ളതെന്നൊക്കെ ഉള്ളൊരു നോട്ടത്തിലാണ് മൂപ്പര്. എനിക്ക് മുക്കത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വല്യമ്മയുടെ മോളുടെ കല്യാണത്തിന് സമയം ആയതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും മിക്കവാറും വീട്ടിലുണ്ടാവാറില്ല. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ അപ്പൂനോട് പറഞ്ഞാൽ നീയും വാന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെയും കൂട്ടി അവരെയും കൂട്ടി എന്ന് പറഞ്ഞാൽ ഞാനാണ് വണ്ടി ഓടിക്കുന്നത് വിചാരിക്കും. എന്നെയും കൂട്ടിയിട്ട് അവർ ഇങ്ങനെ പോവാണ് കേസ്. അപ്പോൾ പോണ വഴിക്ക് ഇവരെ തുള്ളാട്ടമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എന്താണ് ഇപ്പം ഇന്ന് മുക്കത്ത് പോയിട്ട് പരിപാടി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഒന്ന് എൻ്റെ കയ്യിലുള്ള പഴയ സെറ്റ് ഫോണ് അത് കൊടുക്കണമായിരുന്നു, കാരണം വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കൊടുക്കണം എന്നുണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. അതൊക്കെയായിരുന്നു ഞങ്ങളെ പ്ലാനിലുണ്ടായത്. പിന്നെ പ്ലാൻ അങ്ങോട്ട് വിപുലമായി ഗൈസ്. ഫോണിൻ്റെ കളർ കണ്ടിട്ട് അമ്മ ഈ പച്ച എടുത്താലോ ഈ റെഡ് എടുത്താലോ എന്നൊക്കെ മൂപ്പർ ചോദിക്കുന്നത്. അതിൻ്റെ റേറ്റ് എന്താണെന്ന് മൂപ്പർക്ക് അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ടൊന്ന് ഫുഡ് അടിച്ചു കേട്ടോ. അങ്ങനെ ഫുഡും കൂടെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഗൈസ് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പർച്ചേസ് ചെയ്യണമായിരുന്നു. കാരണം കല്യാണമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഇനി ആകെ 4-5 ദിവസമേ ഉള്ളൂ. രജിതേച്ചി അടിച്ചു തരുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അങ്ങോട്ട് എടുത്തത് തന്നെയാണ് കേട്ടോ. കുറച്ചായി ഈ മുക്കത്തിൻ്റെ സൗന്ദര്യം ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ആസ്വദിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ഇവിടേക്ക് തന്നെയാണ് വരാറ്. ഈ രണ്ടെണ്ണങ്ങളെ മാനേജ് ചെയ്യുന്ന പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്തൊരു പരിപാടിയുണ്ട്. സത്യം പറയാമല്ലോ, ചില സമയമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി 2 ചെമ്പരത്തിപ്പ് വെച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടാനാണ് എനിക്ക് തോന്നാറ്. പക്ഷേ ഇന്ന് പൊന്നൂസും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. സത്യം പറയുകയാണെങ്കിൽ ഇവണ്ടല്ലോ ഭയങ്കര വലിയ ആളെപ്പോലെയാണ് ഈ ഇടയായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ തുമ്പമ്മേനെ അല്ലൂസിനൊക്കെ ഒന്ന് ചീത്ത പറഞ്ഞാൽ എന്താ ചേച്ചി കുട്ടികളല്ലേ, ഒരടി കൊടുത്ത എന്തിനാ ചേച്ചി അടിക്കുന്നത്, കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് വലിയ വർത്താനം പറയാൻ തുടങ്ങിയിട്ട് പൊന്നൂസ്. പിന്നെ ഞങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വേറെ എന്താണ് കിട്ടുക നിങ്ങൾ ചോദിക്കരുത് കേട്ടോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണം. ആദ്യത്തെ ഒരു ആക്രാന്തത്തിന് ശേഷം പിന്നെ പൊന്നൂസിനോട് ചോദിച്ചത് ഹൗ ചേച്ചി ഹൗ എന്നാണ്. ഈ രണ്ടാളെ എങ്ങനെയാണ് ചേച്ചി മാനേജ് ചെയ്യുന്നതെന്ന്. നിൽക്കണ നിപ്പ് കണ്ടോ, ഇത്രയും പാവം കുട്ടികൾ ഈ 7 അയലത്ത് കിട്ടുമോ. പക്ഷേ ഇതാ ഇവൻ ഞെട്ടിച്ച് നിർത്തുന്ന അടങ്ങി നിന്നോണം ഇവിടെയെന്ന്. കാരണം ഇവിടെ ഓടി നടന്നിട്ട് എല്ലാവരോടും ഹായ് പറഞ്ഞ് നടക്കുക. ഈ നിൽക്കുന്ന സ്റ്റാച്യൂസിനൊക്കെ കൈ കൊടുക്കുക. ഇനി അതെങ്ങാനും മറിഞ്ഞു വീണാൽ അതിൻ്റെയും കൂടെ പൈസ ഞാൻ കൊടുക്കണ്ടേ മക്കൾ. ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് ഗ്ലാസ്, ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയാലും ഇതുപോലത്തെ സ്റ്റാച്യൂസ്. ഇതിൻ്റെ മുകളിലൊക്കെയാണ് എൻ്റെ 2 മക്കളെയും കണ്ണ്. സാധനം വാങ്ങിക്കാൻ പോകുന്നതിനേക്കാളും കൂടുതൽ ഇതിനൊക്കെ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് വെച്ചിട്ട് ഇവരെ വയ്യാൽ ഓടലാണ് എൻ്റെ മെയിൻ പരിപാടി. വളരെ കുറഞ്ഞ സമയം എൻ്റെ മക്കൾ അനങ്ങാതെ അവിടെ നിന്നിട്ടുള്ളൂ കേട്ടോ. ആ സമയം മൊത്തം ഞാൻ അവരെ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം വല്ലപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കിട്ടുക. ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സോപ്പിട്ട് വശത്താക്കാൻ തുമ്പിക്ക് വല്ലാത്തൊരു കഴിവാണ് കേട്ടോ. മാമൻ്റെ അടുത്ത് പോയിട്ട് വല്ല സ്നേഹത്തിൽ അങ്ങോട്ട് പോയപ്പോൾ അപ്പുമാമൻ അങ്ങോട്ട് എടുത്തപ്പോൾ ഓളെ പ്രശ്നം കഴിഞ്ഞ്. പക്ഷേ അല്ലൂട്ടൻ അങ്ങനെയല്ല. അല്ലൂട്ടൻ വേഗം ഫീൽ ആവും, സങ്കടം, കരച്ചിൽ, ഇതൊക്കെയാണ് മൂപ്പര മെയിൻ. കടയുടെ സ്കാനറിന് എന്തോ ബട്ടണിൽ പിടിച്ച് ഞെക്കിയിട്ട് അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ സൗണ്ട് വന്നപ്പോൾ ഓളെ എടുത്തിട്ട് പൊന്നൂസ് പുറത്തേക്ക് ഓടിയ രംഗാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മളെ പൊന്നൂസിന് മനസ്സിലായി ഓൻ്റെ ചേച്ചി ഏതോ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മക്കളെ ഇതിൻ്റെ ബാക്കി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.